പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയുടെ മാധ്യസേൽപ്പിക്കുന്നു. കർത്താവേ, ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ, അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യര്, അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കൂടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം.
ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ, ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തൽ, വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവർ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും, ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപ്പെടും, പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ, അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങള് കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിലും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകര്, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള്, കോളേജിൽ പോകുന്നവര്, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവദുരസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണേ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്നില്ലേ. മത്തായി 25:15 അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഇത് വിഷയം മനസ്സിലായിരുന്നു. നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? പരപിതാവ് ക്രിസ്തുവിനെ നമുക്ക് കൈമാറുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് വിഷയം. ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയെപ്പോലെ വയറ്റിലിട്ട് വളർത്തി, വീട്ടിൽ നിർത്തി വളർത്തി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാൻ കഴിവുള്ള ഒരാളായിട്ട് പരിശുദ്ധ അമ്മയെ ക്രിസ്തു കണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയ്ക്ക് കൈമാറിയത് എന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ വിഷയം എന്താ? പരമപിതാവ് ക്രിസ്തു ഉൾപ്പെടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരണമെങ്കിൽ ക്രിസ്തു ഉൾപ്പെടെ, കാര്യം ഈ അനുഗ്രഹങ്ങളുടെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റാണ് പലപ്പോഴും, ക്രിസ്തുവിൻ്റെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റായിട്ടാണ് ദൈവം ജോലി, വീട്, വിവാഹം, ഭൗതിക ആനുകൂല്യങ്ങളെ പലപ്പോഴും ദൈവം വിലയിരുത്തണത്. അഥവാ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരപിതാവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതിൻ്റെ കോംപ്ലിമെൻ്റായിട്ട് കിട്ടണമെന്നുള്ളതാണ് പരപിതാവിൻ്റെ ആഗ്രഹം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പലയിടത്ത് പല വാക്കാണേ. ഇപ്പൊ മറ്റുള്ളവയെല്ലാം എന്ന് പറയുന്ന കോംപ്ലിമെന്റ്സ് ആണ്. ജോലി, വീട്, വിവാഹം, ഇതെല്ലാം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണ്? അത് ക്രിസ്തുവിനൊപ്പമായിരിക്കണമെന്ന്. മനസ്സിലായ? അതാണ് വിഷയം. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങൾക്ക് മക്കളുണ്ടായാലും, നിങ്ങൾ വീട് വെച്ചാലും, അതെല്ലാം നമ്മൾ നേടേണ്ടത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതാണ് പരമപിതാവിൻ്റെ ഒരു നിലപാട്. അപ്പോൾ അതിപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ ഈ വീട്, ജോലി, വിവാഹം, വിസ പുതുക്കൽ, ഇങ്ങനെയുള്ള ഭൗതികമായ നിലനിൽപ്പിൻ്റെ ആസ്പദങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതായിട്ട് ചോദിക്കരുത്.
പിന്നെന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം. പ്രിയ പരപിതാവേ, ക്രിസ്തുവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പരപിതാവേ, ക്രിസ്തുവിൽ വളരാൻ എന്നെ സഹായിക്കണമേ. പരപിതാവേ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണം കഴിയാവോ? അതാണ് ഈശോ പറഞ്ഞത്, എന്നോട് കൂടെ സ്വീകരിക്കാത്തതെന്നില്ലേ ഒരു വചനമില്ല. അതായത് ലൂക്ക 11:23. അത് നമുക്ക് നാളെ കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2021 ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ നടന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം, ഉടമ്പടി തൈലം പുരട്ടി മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ ജപമാല ചൊല്ലി, എൻ്റെ മാതാവേ, എൻ്റെ മകൻ്റെ രോഗം, ക്യാൻസർ എന്ന രോഗം മുഴുവനായിട്ട് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ 5 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. ഡോക്ടർ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. മരുന്നൊന്നും തന്നില്ല, യാതൊരുവിധ മരുന്നുകളും തന്നില്ല. ബ്ലഡിൻ വയ്ക്കാൻ മാത്രമുള്ള മരുന്ന് മാത്രം തന്നു. അതും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മകൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഓപ്പറേഷൻ ചെയ്താലും വല്ല സൈഡ് എഫക്റ്റ് ആണോ എന്ന് അറിയില്ല. ഞങ്ങൾ വേഗം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു, ENT ഡോക്ടറെ കണ്ട് കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്തു. അതിൽ യാതൊരു കംപ്ലൈൻറ്റുമില്ല എന്ന് പറഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും ഒരു മാസത്തോളം ശബ്ദം നഷ്ടപ്പെട്ടു പോയിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പരറ്റിയതിന് ശേഷം വീണ്ടും സൗണ്ട് തിരിച്ചു കിട്ടി. മാതാവിന്, ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് 6 മാസം കഴിഞ്ഞു. വീണ്ടും സ്കാനിങ് നടത്തി. അതിൽ ക്യാൻസർ എന്ന രോഗം മകന് ഇല്ല എന്ന് ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് തന്നു. അതിനും ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മകൻ്റെ രോഗം പൂർണ്ണമായി എടുത്തു മാറ്റണമേ എന്നായിരുന്നു. എന്നാൽ മാതാവ് പൂർണ്ണമായും മകൻ്റെ രോഗം എടുത്തു മാറ്റി. ഇന്ന് ഒരു മരുന്നുമില്ല, ബ്ലഡ് വയ്ക്കാനോ ഒന്നിനും ഒരു മരുന്നുമില്ല. പ്രഷറിൻ്റെ ഗുളിക, യൂറിക് ആസിഡ് ഉണ്ട്, അതിൻ്റെ മാത്രം ഗുളിക മാത്രം കഴിക്കുന്നു. യാതൊരു കുഴപ്പവുമില്ലാതെ മകൻ ഇന്ന് ജോലിക്ക് പോകുന്നു. പിന്നെ എനിക്ക് തലവേദനയുണ്ടായിരുന്നു. 6 വർഷത്തോളമായി തലവേദന. ഡോക്ടർമാരെ കാണും, തലയുടെ ഡോക്ടറെ കാണും, കണ്ണിൻ്റെ ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും, അപ്പോഴത്തെ കുറയും, പിന്നെയും വരും. എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല. തലയിൽ ബാക്ക് സൈഡ് എല്ലാം തല മൊത്തം വേദനയാണ്. സൗണ്ട് കുറഞ്ഞു പോവും, സൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ, ശബ്ദം കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, ഭയങ്കര വേദനയുമായിരുന്നു. എന്നാൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ നെറ്റിയിലും നാവിലും പുരട്ടി തലയിലിങ്ങനെ മസാജ് ചെയ്തു മാതാവിൻ്റെ തൈലം കൊണ്ട്. അതിനുശേഷം ഇപ്പോൾ 5 മാസത്തോളമായി എനിക്ക് തലവേദന എന്നൊരു സംഭവം എൻ്റെ ശരീരത്തിലില്ല, തലയിലില്ല. അതിനും മാതാവിനോട് 1000 നന്ദി. ഈശോയോടും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആവേ മരിയ അമ്മയ്ക്ക് സ്തുതി. എൻ്റെ പേര് ബീന തോമസ്. ഞാൻ തൃശ്ശൂർ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ സെപ്റ്റംബർ 11 2022 സെപ്റ്റംബർ 11 ഉടമ്പടി എടുക്കാനായി വന്നത്. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യം നിയോഗമായി വെച്ചത് പരിശുദ്ധാത്മാവ് അഭിഷേകം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, കുടുംബത്തിലെല്ലാവർക്കും. എൻ്റെ മകന് BTech പഠിച്ചിരിക്കുന്ന കാലത്ത് പുകവലിയുടെ നല്ല ശീലമുണ്ടായിരുന്നു. അത് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടും വർഷങ്ങളായിട്ടും അവനത് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ 4ാം നാൾ മുതൽ അവൻ പുകവലി എന്നുള്ള ദുശീലത്തിൽ നിന്നും വിടുതൽ കിട്ടി. മാതാവ് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന് ഞാൻ ആദ്യമായി അമ്മയ്ക്ക് നന്ദി പറയുന്നു. മകൻ 6 തുടങ്ങി 8 വർഷത്തിനുള്ളിൽ ഈ പുകവലി നിർത്താൻ പറ്റാതിരുന്ന അവസ്ഥയാണ്. അതിൽ നിന്നാണ് 4 ദിവസം കൊണ്ട് വിടുതൽ കിട്ടിയത്.
അത് അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായി, എൻ്റെ മകൾക്ക് 25 വയസ്സ് മുതൽ ഞാൻ വിവാഹം ആലോചിച്ച് തുടങ്ങിയതാണ്. പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാലും 29 വയസ്സായിട്ടും വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല. പല മാട്രിമോണി സൈറ്റിലും ഞാൻ ഇട്ടു. കേരള മാട്രിമോണി, അതുപോലെ ചാവറ, ഇൻറ്റിമേറ്റ്, നെസ്റ്റ്, ഇഷ്ടംമാരെ ചാനലിലിട്ടു. അതുപോലെ തന്നെ 40-40 ബ്രോക്കർമാരുടെ ലിസ്റ്റിലും ഈ കേരളം മുഴുവനും തന്നെ അവളുടെ പ്രൊഫൈൽ പോയിട്ടുണ്ട്. എന്നിട്ട് നടക്കാതിരുന്ന കാര്യം പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത് 3 മാസം ആയപ്പോഴത്തേക്കും എനിക്കത് നടത്തി തന്നു. ഞാൻ ചോദിച്ചത്, വിശുദ്ധിയുള്ള ദൈവവിശ്വാസമുള്ളൊരു മകനെ എൻ്റെ മകൾക്ക് ജീവിത പങ്കാളിയായി കിട്ടണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം, ആ മകൻ ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ നല്ലൊരു വിശ്വാസിയാണ്, നല്ല പ്രാർത്ഥനയുള്ള മകനാണ്. എൻ്റെ മകൾ ഈശോ പരിശുദ്ധ അമ്മ വഴിയായി എൻ്റെ മകൾക്ക് നല്ല സമ്മാനമാണ് നൽകിയിരിക്കണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു, ഈശോന് ഞാൻ നന്ദി പറയുന്നു. മൂന്നാമത്തെ ഇത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിത പങ്കാളിക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ 3 വർഷമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മകളുടെ കല്യാണമായപ്പോഴത്തേക്കും 16 ലക്ഷം രൂപ ആ മാസം തന്നെ കിട്ടുകയും നല്ല ആർഭാടമായിട്ട് ആ വിവാഹം നടക്കാനും സമ്മതിച്ചു. അത് പരിശുദ്ധ അമ്മ തന്നെയാണ് നടത്തി തന്നെന്നുള്ളതിൻ്റെ തെളിവ്. എനിക്ക് മകൾക്കൊരു കല്യാണ ആലോചന വന്നാൽ പോലും, ഒരു പെണ്ണ് കാണൽ വന്നാൽ പോലും, എനിക്ക് അന്ന് വയറ്റിൽ ഗ്യാസ് കയറലും വയറ്റിളക്കം ഒക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം നടക്കുകയില്ല, ഞങ്ങൾക്കും പ്രയാസം, മകൾക്കും പ്രയാസം, അതൊട്ട് ആരോടും പറയാനും പറ്റുന്നില്ല. ഈ അവസ്ഥയിലുള്ള എനിക്ക് കല്യാണം വന്നപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പരിശുദ്ധ അമ്മ തന്നെ അത് ഓടി നടന്ന് നടത്തി തന്നുള്ളതാണ്. ഒരു ടെൻഷനോ എല്ലാ കാര്യങ്ങളും, ഡെക്കറേഷൻ തുടങ്ങി സദ്യ എല്ലാം അതിഗംഭീരമായിട്ട് അമ്മ നടത്തി തന്നു. അമ്മ യേശോടെ വരാതെയാണ് മകളുടെ വിവാഹം അത്രയും നന്നായിട്ട് നടക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അമ്മയ്ക്ക് 1000 നന്ദി, ഈശോയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൻ ബിടെക് കഴിഞ്ഞ് GME പഠിച്ചു. അവൻ 3 വർഷം ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. ഷിപ്പിൽ കയറാനായിട്ട് ബോംബെയിൽ പോയി മാസങ്ങളോളം അവിടെ താമസിച്ചു. പക്ഷേ ഒരു ജോലി അവന് കിട്ടിയില്ലായിരുന്നു. അവന് വേണ്ടി വളരെയധികം പൈസ നമുക്ക് ചിലവാക്കേണ്ടി വന്നു. എന്നാലും അതൊന്നും ഫലവത്തായിരുന്നില്ല. എൻ്റെ മകൾക്ക് വിവാഹം നടക്കുന്നില്ല. ഇത് രണ്ടും ആയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത്, എന്നെ അമ്മയുടെ ഈ സാക്ഷി എനിക്ക് ഇവിടെ ഈ അൾത്താരയിൽ കയറിയിരുന്ന് എല്ലാവരും കേൾക്കും, ഉച്ചത്തിൽ എനിക്ക് ഈ അനുഗ്രഹം എല്ലാവരുടെയും മുമ്പിൽ പറയണം എന്നുള്ളതായിരുന്നു. ഞാൻ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച ഞാൻ ഇവിടെ വരും, കുടുംബസമേതം വരും. വന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 കെട്ട് പേപ്പർ വാങ്ങിക്കും. അത് പിറ്റേ ദിവസം തന്നെ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ നിയോഗം ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സാധിച്ചു തരണമെന്നും ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്നായിരുന്നു. എനിക്ക് വലിയ രീതിയിൽ ചാരിറ്റി ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും എൻ്റെ കഴിവിനെ സാധിക്കുന്ന വിധം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മകൾക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകൾ 2 പ്രാവശ്യം MDSന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതുമ്പം 4000 ആ റാങ്കിലേക്കാണ് വരുന്നത്. ആ റാങ്കിലൂടെ പഠിക്കണമെങ്കിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്തായാലും 30-35 ലക്ഷം മിനിമം ഇവിടെ വേണ്ടി വരും. ആ സമയത്ത് മകൾ ഒരു തീരുമാനം എടുത്ത് പുറത്ത് പോയി പഠിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന പൈസയെങ്കിലും മുതലാകുമല്ലോ. ഇവിടെയാണെങ്കിൽ മോനാണെങ്കിലും ജോലി കിട്ടുന്നില്ല. അപ്പം മോനും പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ദൈവ നിയോഗമെങ്കിൽ എൻ്റെ മക്കൾ പുറത്തുപോയി പഠിക്കുന്നതിനും അവിടെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ അവരെ യോഗ്യരാക്കണമേ എന്ന് കൂടി പറഞ്ഞിട്ടാണ് ഞാൻ നിയോഗം വെച്ചത്. ഇവർ ഇവിടെ വന്ന് നിയോഗമെടുത്ത് ചെന്ന് ആദ്യം തന്നെ അവർ പരീക്ഷ പോയി എഴുതി. ഫസ്റ്റ് ചാൻസിൽ തന്നെ 2 പേരും 9ൽ 7.5 എന്ന സ്കോറോടുകൂടി പാസ്സായി. മകൾ ഇപ്പോൾ ഫീസ് കംപ്ലീറ്റ് ആയിട്ട് അടച്ചു. മകൻ പാർട്ട് പേയ്മെൻറ്റ് അടച്ചു. ബാക്കിയെല്ലാം പ്രോസസ്സിങ്ങിലാണ്. ഈ വിവാഹം ഞാൻ ഉടമ്പടി എടുത്ത ആദ്യ ദിവസം തന്നെ ഞാൻ ചെന്നപ്പോൾ വെളുപ്പിന് ഞാൻ സ്വപ്നം കാണുന്നത്, ഞാൻ സാക്ഷ്യം പറയുന്നതായിട്ട് എൻ്റെ അനിയത്തിയോട് ഞാൻ പറയുന്നതായിട്ടാണ് കണ്ടത്. മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണുകൾക്ക് അത്ര വിശുദ്ധിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവിനെ കാണാൻ പറ്റാതിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് മെസ്സേജ് തന്നിരുന്നു.
അതുപോലെ എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് മാതാവ് എനിക്കൊരു ഡേറ്റ് തന്നു, ഫെബ്രുവരി 22 എന്നുള്ളത്. ഈ ഫെബ്രുവരി 22 നമുക്ക് നോൻപ് തുടങ്ങുന്ന ദിവസമാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഒന്നും എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ 22 എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇത്രയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 25 എന്നുള്ള ഡേറ്റ് കൊടുത്തു. എനിക്ക് മാതാവ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പോയ ആ ആഴ്ചയിൽ തന്നെ, അതായത് ഡിസംബർ 26 മകളുടെ വിവാഹം ഉറപ്പിച്ചു. ജനുവരി 21 മനസ്സമ്മതം നടത്തി. ഫെബ്രുവരി 5 എനിക്ക് എൻ്റെ മകളുടെ കല്യാണം ആഘോഷപൂർവ്വം നടത്തി തന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് 22 എന്നുള്ള ഡേറ്റ് കാണിച്ചു. എന്നിട്ട് 5-ാം തീയതി വളരെ നേരത്തെ അമ്മ കല്യാണം നടത്തി തന്നു. ഇതെല്ലാം എൻ്റെയോ ആരുടെയോ കഴിവല്ല, മാതാവ് വന്നിട്ട് ഈശോയുമായി വന്നിട്ട് ഞങ്ങളെ വഴി നടത്തിക്കൊണ്ട് പോകാൻ. കാരണം ഞാനിവിടെ പറഞ്ഞത് എനിക്ക് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയണം എന്നുള്ളതായിരുന്നു. ഞാനിവിടെ ഓരോ മാസം വരുമ്പോഴും പറഞ്ഞത്, അമ്മേ എനിക്ക് ഈ അൾത്താരയിൽ കയറി നിൽക്കണം, എനിക്ക് എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യം പറയണം എന്നായിരുന്നു. എനിക്കിന്നത് അമ്മ സാധിച്ചു തന്നു. ആയിരം തന്നെ എൻ്റെ അമ്മയ്ക്ക് പറയുന്നു, ഞാൻ ഇനിയും വരും. എൻ്റെ അമ്മ നന്ദി പറഞ്ഞ് തീരുന്നില്ല. അമ്മയ്ക്ക് നന്ദി സ്തുതി സ്തോത്രം, യേശുവേ നന്ദി സ്തുതി സ്തോത്രം. എൻ്റെ പേര് ബീന വർഗീസ്. ഞാൻ കറുകച്ചാലിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം 17-ാം തീയതി ഡിസംബർ 17-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 2009 BSc നഴ്സിംഗ് പാസ്സായത്. അത് കഴിഞ്ഞ് വിവാഹം നടന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. ഇത് ഇളയ മോനാണ്. ഇളയ മോന് സ്പെഷ്യൽ കിഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കരിയർ ഗ്യാപ്പായി. അത് കഴിഞ്ഞ് മോന് ഫിസിയോതെറാപ്പിയും ഒക്കുപേഷണൽ തെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ മോനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. മോന് 5 വയസ്സൊക്കെ ആയപ്പോൾ സ്പെഷ്യൽ സ്കൂളിലൊക്കെ വിട്ടു. അങ്ങനെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ഗ്യാപ്പായി. അങ്ങനെ മോന് 8 ഇയേഴ്സ് ആയപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ പ്ലാൻ ചെയ്തു എന്നാൽ MSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്യാമെന്ന്. അങ്ങനെ MSc നഴ്സിംഗ് പഠിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ MSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. കുറച്ച് 7-8 വർഷത്തെ ഗ്യാപ്പും അതുപോലെ തന്നെ പുതിയ സ്റ്റുഡൻസ് ലൈഫ് 10-12 വർഷം ഏജ് ഡിഫറൻസ് ഉള്ള ഒരു സ്റ്റുഡൻറ്റ് ലൈഫും സിലബസും വെച്ചുള്ള പഠിത്തവും യൂണിവേഴ്സിറ്റി എക്സാം എല്ലാം കൂടി എനിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ചാൻസോടെ ഞാൻ ക്ലിയർ ആക്കി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോൾ അതിൽ നഴ്സിംഗ് പഠിച്ചവർക്കറിയാം, അതിൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അത് നേഴ്സസുമായിട്ട് ഒട്ടും റിലേഷൻ ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. അത് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതിനാണ് മിക്കവരും ഫെയിലാവുന്നത്. പക്ഷേ ഞാൻ സെക്കൻഡ് ഇയർ എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മദറിലൂടെ ചേട്ടത്തി പറഞ്ഞു, ഇതുപോലെ കൃപാസനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുക്കാം എന്നൊക്കെ മോള് നേർന്നാൽ മതി, എക്സാം ഒക്കെ പാസ്സാവും, മാതാവെല്ലാം സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞു, പ്രാക്ടിക്കൽ എക്സാം എല്ലാം കഴിഞ്ഞ് ഞാൻ 2 വീക്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. മാതാവിൻ്റെ സന്നിധിയിൽ വന്നതും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആൻറ്റി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ മോള് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, മാതാവെല്ലാം സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ ആ ആരാധനയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവേ, എനിക്ക് എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ MSc നഴ്സിങ്ങിന് പാസ്സാവണം എന്നുള്ളതായിരുന്നു. പിന്നെയും ആ പുസ്തകം എല്ലാം തുറന്നു വെച്ച് പഠിക്കാനും ആ ഒരു പിന്നെ ആ സ്റ്റുഡൻറ്റ് ലൈഫിലോട്ട് പോകാനും ഒക്കെ ഓർക്കാൻ കൂടി വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഉടമ്പടിയെല്ലാം കഴിഞ്ഞ് ഒരു 6:30 ഞങ്ങൾ തിരിച്ചു പോവുമായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം, ഒരു 15 മിനിറ്റായി കാണും. അപ്പോൾ തന്നെ എൻ്റെ ക്ലാസ്മേറ്റ് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ആകെ പേടിച്ചെന്നപ്പോൾ പറഞ്ഞു, അവൾ തന്നെ റിസൾട്ട് നോക്കി പാസ്സായി എന്നുള്ള വിവരം ഇവിടുന്ന് ഇറങ്ങി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് എനിക്ക് അത്ഭുതകരമായ ആ വിജയ സന്തോഷം അറിയിച്ചു തന്നു. അതെനിക്ക് എല്ലാവരോടും പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ബലഹീനതയിൽ മാതാവ് എനിക്ക് സഹായിച്ചു തന്ന ഒരു അത്ഭുതകരമായ സംഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ തന്നെ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. 2 ഇൻ്റർവ്യൂ കഴിഞ്ഞു, റിസൾട്ടൊന്നും വന്നില്ല.
അതുപോലെ അതിൽ വേറെ ആൾക്കാരൊക്കെ ആ പൊസിഷനിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തടസ്സങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഈ ജോലിയുടെ കാര്യം എൻ്റെ നിയോഗത്തിൽ എഴുതിയിട്ട് പോലും ഇല്ല. ആറ് നിയോഗത്തിൽ പാസ്സാവണോ എന്നുള്ള ഒറ്റ ഒരു വിചാരമേ അന്നുണ്ടായിരുന്നുള്ളൂ. ജോലി പോലും അന്ന് എഴുതിയില്ല. പക്ഷേ ദിവസമുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും ഉടമ്പടി പ്രകാരമുള്ള നിയോഗങ്ങളും എല്ലാം വെച്ചുള്ള പ്രാർത്ഥനയിൽ മാതാവിൻ്റെ ജോലിക്കാരോ എനിക്ക് സാധിച്ചു വന്നു. പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു, എന്നെ സെലക്ട് ചെയ്തു എന്നുള്ള വാർത്തയായിരുന്നു അത്. അതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മാതാവാണ് അതെനിക്ക് എല്ലാവരിൽ കൂടിയും പ്രവർത്തിച്ചു തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവരോടും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. പിന്നെ എൻ്റെ മോനെ എല്ലാ തെറാപ്പിയും കൊടുത്ത് അവന് വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം അക്ഷരങ്ങൾ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മോൻ്റെ സ്പീച്ച് മാത്രം ക്ലിയർ ആവുന്നില്ലായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്ത ഒരു നിയോഗം ഞാൻ വെച്ചിരുന്നു, മോൻ്റെ സംസാരം നന്നായിട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. അത് ഉടമ്പടി എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വേറെ മറ്റ് പലരും പറഞ്ഞു തുടങ്ങി, ഇപ്പോൾ ഇവൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അവൻ തന്നെയാണോ ഈ സംസാരിക്കുന്നതെന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ മോനിൽ അമ്മ പ്രവർത്തിച്ച അനുഗ്രഹം ഞാൻ എല്ലാവരോടും പറയുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ 1000 നന്ദിയോടെ അറിയിക്കാൻ വേണ്ടിയാണ്